ഉത്തരം പറഞ്ഞേക്കാം. അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുള്ള പരിശ്രമങ്ങളാണിതിന് പിന്നിലെന്ന് നമ്മൾ പറഞ്ഞേക്കാം. അതിനു വേണ്ടിയുള്ള ആസക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ വിലയിരുത്തിയേക്കാം. സജീവമായി പ്രവർത്തിക്കുന്ന സെക്സ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ എന്നും നമ്മൾ ചിലപ്പോൾ വിലയിരുത്തിയേക്കാം. അതുമല്ലെങ്കിൽ പൊറോണോഗ്രഫി, അശ്ലീല ചിത്രങ്ങൾ അത് നിർമ്മിക്കുവാനും അത് വിപണനം ചെയ്യുവാനും അത് കുട്ടികളെയും സമൂഹത്തിലും എത്തിച്ച് പണം വാരുവാനുമുള്ള അത്തരം റാക്കറ്റുകളുടെ ശ്രമങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയേക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിനോടുള്ള ആസക്തിയാണ്, പരമാവധി ജീവിച്ച് രസിക്കണമെന്ന വിചാരമാണ് ഇതിന് പിന്നിൽ എന്ന വിലയിരുത്തൽ തീർച്ചയായും ആ വിലയിരുത്തലിൽ ശരിയുണ്ടെങ്കിലും അത് 100% ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിനോടുള്ള നിസ്സാര മനോഭാവമാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കുള്ളത്. ജീവിതം അതിനെ ഗൗരവമായി പോലും കാണാത്ത അവസ്ഥ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മൾ കേരളത്തിൽ നിന്നൊരു ആത്മഹത്യയുടെ വാർത്ത വായിച്ചത്. ഗൾഫുകാരനായ ഒരാളുടെ 3 മക്കൾ, ആള് ഗൾഫിൽ, ഒഴിവ് ദിവസം ഉച്ചക്ക് ഭക്ഷണമുണ്ടാക്കി വെച്ച് ഉമ്മ മക്കളെ വിളിച്ചു. മക്കളെ വിളിച്ചപ്പോൾ ചെറിയ 2 മക്കളും ചെന്നു. മോള് വന്നില്ല. മോള് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ. അപ്പോൾ ഉമ്മ പോയി ടെലിവിഷൻ ഓഫാക്കി, ടെലിവിഷൻ്റെ പവർ സ്വിച്ച് ഓഫാക്കിയിട്ട് ഉമ്മ ചോറുന്നാൻ പോരെന്ന് പറഞ്ഞിട്ട് തിരിച്ചു. കുറേ കഴിഞ്ഞിട്ട് മോളെ കാണാഞ്ഞപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ മോളതാ ഫാനിൻ്റെ തലയിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു. ജീവിതത്തിനോടുള്ള ആസക്തിയല്ല, ജീവിതത്തിനോടുള്ള നിസ്സാര ഭാവം പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി രാത്രിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടു. മരിച്ചതിന് കാരണം ഓഗസ്റ്റ് 15-ാം തീയതി കളർ ഡ്രസ്സ് കൊടുത്ത് യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുന്ന ദിവസമാണ്. ആ യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുന്ന ദിവസത്തിൽ സ്കൂളിൽ ഇന്ന് പഠിത്തൊന്നുമില്ലല്ലോ, പോണ്ട എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. കാരണം അതാണ് മരിക്കാനുള്ള കാരണം. യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകാൻ വിചാരിച്ചിരുന്ന അന്ന് ഒന്ന് ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകൂടാമെന്ന് കരുതിയിരുന്ന ദിവസം അത് വേണ്ട എന്ന് മാതാപിതാക്കൾ പറഞ്ഞ കാരണം അതിൽ മരിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് കേവലമായ ഭൗതികാസക്തി മാത്രമാണ് ഇതിന് പിന്നിൽ നിന്ന് പറയാൻ കഴിയുമോ? മറിച്ചെന്ത്, എവിടെ നമുക്ക് പിഴക്കുന്നു, എവിടെ നിന്ന് പ്രശ്നമുണ്ടാകുന്നു? നമ്മൾ 10ാം ക്ലാസ്സിലെ റിസൾട്ടിനെ കുറിച്ച് വായിക്കുമ്പോൾ ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അടുത്തുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ മാർക്ക് ഒഴിവാക്കി ഗ്രേഡിങ്ങിലേക്ക് പോയി. എന്തേ ഗ്രേഡിങ്ങിലേക്ക് പോകാൻ എന്നുള്ള ചോദ്യത്തിന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് നൽകാനുള്ള ഉത്തരം, പരീക്ഷയോടനുബന്ധിച്ച് കുട്ടിക്ക് ടെൻഷൻ വർദ്ധിക്കുന്നു. ആ ടെൻഷൻ കൊണ്ട് കുട്ടികൾ മരിക്കുന്ന അവസ്ഥയിലെത്തുന്നു. പരീക്ഷയ്ക്ക് തോറ്റതിന് മരിക്കുന്ന കുട്ടികൾ, പരീക്ഷയ്ക്ക് തോൽക്കും എന്ന് പറഞ്ഞതിന് മരിക്കുന്ന കുട്ടികൾ, പരീക്ഷയ്ക്ക് നീ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ പോയി തൂങ്ങി മരിച്ച കുട്ടികൾ, ഇങ്ങനെ പലതും. എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് പ്രശ്നം? എവിടെയാണ് പ്രശ്നം? ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ കേവലമായി ആധുനിക സമൂഹത്തിൻ്റെ വഴിവിട്ടുള്ള സഞ്ചാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭവങ്ങളുടെ ശൃംഖല മാത്രമാണോ ഇത്? അതല്ല,
ബോധപൂർവമായ പരിശ്രമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും നിർണയിക്കപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സമൂഹം മാറുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുക. ആ കുട്ടികളുടെ ലോകത്തെക്കുറിച്ച സങ്കല്പം എന്താണ്? ആ കുട്ടികളുടെ ധർമ്മത്തെക്കുറിച്ച സങ്കല്പം എന്താണ്? ആ കുട്ടികളുടെ സമൂഹത്തെക്കുറിച്ച അറിവെന്താണ്? ആ കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച സങ്കല്പം എന്താണ്? ആ കുട്ടികളുടെ ലക്ഷ്യത്തെക്കുറിച്ച സങ്കല്പം എന്താണ്? ഈ സങ്കല്പങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പങ്കുവെക്കാൻ സന്നദ്ധമാകുമെങ്കിൽ ആ കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച സങ്കല്പങ്ങൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്ന വിധത്തിൽ വികലവും വിചിത്രവുമായി അനുഭവപ്പെട്ടേക്കും. സങ്കല്പങ്ങൾ, അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ, ധർമ്മമൂല്യങ്ങൾ, മൂല്യങ്ങളുടെ അളവുകോലുകൾ, ഇതെല്ലാം വ്യത്യാസപ്പെടുന്ന കുട്ടികളിൽ. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ അന്വേഷണം ആരംഭിക്കുമ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. നമ്മൾക്ക് തീർച്ചയായും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ ചിന്തകളുമെല്ലാം ഉരുവപ്പെടുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. ആ തലച്ചോർ നമ്മുടെ തലച്ചോറിനെ പോലെയല്ല നമ്മുടെ കുട്ടിയുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ തലച്ചോറിനെ പോലെയല്ല നമ്മുടെ കുട്ടിയുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത്. ഇത് പറയുന്നത് നാഡീശാസ്ത്രത്തിൻ്റെ യാതൊരു അറിവുമില്ലാത്ത ഏതെങ്കിലും ആളുകളല്ല. അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച 30,000-ഓളം വരുന്ന പഠന റിപ്പോർട്ടുകളുണ്ട് കുട്ടികളുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. ഒരുപാടെണ്ണം ഇൻ്റർനെറ്റിലെല്ലാം അവൈലബിളാണ്, ലഭ്യമാണ്. വായിച്ചു നോക്കുക. കുട്ടികളുടെ പെർസെപ്ഷൻ മാറിയിരിക്കുന്നു, കുട്ടികളുടെ പരിപ്രേക്ഷ്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കേണ്ട, അടിസ്ഥാനപരമായി പഠിക്കേണ്ട രംഗം അതാണ്. എനിക്കും നിങ്ങൾക്കും വേദിയിൽ കയറി നിന്ന് പുതിയ തലമുറയെ ചീത്ത പറയാം. എനിക്കും നിങ്ങൾക്കും പേനയെടുത്താൽ പുതിയ തലമുറയുടെ വഴിവിട്ട പോക്കിനെക്കുറിച്ച് അതിസുന്ദരമായി എഴുതാം. എനിക്കും നിങ്ങൾക്കും കുട്ടികളെ മുന്നിൽ വിളിച്ചു വരുത്തി ചീത്ത പറയാം. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ മസ്തിഷ്കത്തിൻ്റെ വികാസത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളിൽ എനിക്കും നിങ്ങൾക്കും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഞാനും നിങ്ങളും സന്നദ്ധമാകുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. അവിടെയാണ് ആ മസ്തിഷ്ക വികാസത്തെക്കുറിച്ച് പഠിക്കുന്നത്. മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് മറ്റു ജീവികളെ പോലെയല്ല. മറ്റു ജീവികളെല്ലാം അവക്ക് ലഭിക്കേണ്ട സകലവിധ അറിവുകളുമായിട്ടാണ് ജനിക്കുന്നത്. ഒരറിവും അതിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. നമുക്കറിയാവുന്നതാണ്, ഒരു ജീവിക്കും ഒരറിവും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലാത്ത വിധം അവക്കാവശ്യമായ സകലവിധ അറിവുകളും നൽകപ്പെട്ടുകൊണ്ടാണ് ആ ജീവികളെല്ലാം ജനിക്കുന്നത്. അതേസമയം മനുഷ്യക്കുഞ്ഞ് അങ്ങനെയല്ല. മനുഷ്യക്കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടി അവൻ്റെ തലച്ചോറിൽ കുറേ ന്യൂറോണുകൾ എന്നറിയപ്പെടുന്ന കോശങ്ങളാണുള്ളത്. ന്യൂറോണുകൾ. ആ ന്യൂറോണുകൾ ഒരു പ്രത്യേക രൂപത്തിലുള്ള കോശങ്ങളാണ്. അതുകൊണ്ടാണ് തലച്ചോറിനെയും മറ്റും കുറിച്ച പഠനത്തിന് ന്യൂറോളജി എന്ന് പറയുന്നത്. ന്യൂറോണുകൾ. ആ ന്യൂറോണുകൾ ജനിക്കുമ്പോൾ ഏകദേശം ഉള്ള ന്യൂറോണുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കാതെ തന്നെയാണ് കുട്ടി പ്രായപൂർത്തിയാകുമ്പോഴും ഉള്ളത്. കുറച്ചൊരു വർധനവുണ്ടാകും കുട്ടിയുടെ 8-ാം മാസം വരെ ന്യൂറോണുകളുടെ എണ്ണത്തിൽ. ജനിക്കുമ്പോഴുള്ള ന്യൂറോണുകളുടെ എണ്ണം അല്പം വർദ്ധിച്ച് കുട്ടി 8 മാസമാകുമ്പോഴേക്ക്